ഇവിടെ ഈ ആൾക്കാർ രാവും പകലും ഇരുന്നിട്ട് ഈ ബില്ലിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ അവിടെ മേഴ്സഡസ് എന്താണ് ഏത് വണ്ടിയാണ് BMW മോട്ടോർ ബൈക്ക് പരിശോധിക്കുന്നു, കാറിൽ കയറി പരിശോധിക്കുന്നു. അദ്ദേഹത്തിന് ഒരാഴ്ച കഴിഞ്ഞാൽ BMW അവിടെ ഇല്ലേ? ആ കമ്പനി പോവുക, അവിടുന്ന് പൂട്ടിപ്പോവുക. ഇന്ത്യയിലുള്ള കമ്പനിയൊന്നുമല്ലോ പെട്ടെന്ന് പൂട്ടിപ്പോകാൻ വേണ്ടി, അവിടുത്തെ കമ്പനിയല്ലേ. ആ കമ്പനി ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് വീണ്ടും ആ കാറിൽ കയറാലോ. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ ആ BMW കാറുകൾ. ഇവിടെ ആൾക്കാർക്ക് ഇവിടെ പാർലമെൻറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ കയറ്റിയിട്ട് പാർലമെൻറ്റ് ചുറ്റും ഒരു റൗണ്ട് അടിച്ചാൽ പോരെ. എന്നാൽ അതിനെക്കുറിച്ച് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പറയേണ്ടി വരുന്നൊരു ഘട്ടമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഇപ്പോൾ ഇടതുപക്ഷത്തെ വിട്, ഞങ്ങളുടെ ഇന്ത്യ അലയൻസ് മീറ്റിങ്ങിൽ DMKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് TR ബാലുവാണ് ചോദിച്ചത്, എവിടെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്? ഇതുപോലുള്ള ജനവിരുദ്ധമായിട്ടുള്ള ഒരു ബില്ല് പാർലമെൻറ്റിൽ വരുമ്പോൾ അതിന് മുന്നിൽ നിന്നുകൊണ്ട് പോരാട്ടം നടത്തേണ്ടത് പ്രതിപക്ഷ നേതാവല്ലേ എന്ന് ചോദിച്ചത് ഇടതുപക്ഷത്തെ ഒരാളല്ല, DMKയുടെ ആളാണ്. സമ്മന്നതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവർ പറയുന്നത് നേരത്തെ തീരുമാനിച്ച പരിപാടിയാണെന്ന്. പിന്നെ അങ്ങനെ ഒരു വേദിയിൽ കൂടുതലൊരു ചർച്ചയ്ക്കും സംവാദത്തിനും ഒരു സ്കോപ്പ് ഞാൻ നേരത്തെ തീരുമാനിച്ച്. ഞാൻ എൻ്റെ സുഹൃത്തിനോടൊരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ കലണ്ടർ, വർഷകാല സമ്മേളനത്തിൻ്റെ കലണ്ടർ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഈ കലണ്ടർ പരിശോധിച്ചാൽ എനിക്കറിയാവുന്ന പോലെ ഒരു 3.5-4 പതിറ്റാണ്ട് കാലത്ത് ഈ വർഷകാല കലണ്ടർ ഏറെക്കുറെ ഈ തീയതികളിൽ തന്നെയാണ്. തുടങ്ങുന്ന തീയതിയിൽ മാത്രമാണ് ഇപ്പോൾ ഒരു മാറ്റം വരുത്തിയത്. അവസാനിക്കുന്ന തീയതി എന്ന് പറഞ്ഞാൽ 21-ാം തീയതി 22-ാം തീയതിയാണ് നേരത്തെ അവസാനിക്കുന്നത്. നോക്കുക, ഈ കലണ്ടർ ഏവർക്കും അറിയാവുന്നതാണ്. ഈ കലണ്ടർ അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് ഈ കലണ്ടറിൻ്റെ അനുസരിച്ചുള്ള ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന് ആലോചിക്കണമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആ പാർട്ടിയിലെ ആൾക്കാരല്ലേ പറയേണ്ടത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനൊരു ചെറിയ പാർട്ടിയുടെ നേതാവാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും പരിപാടി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട നിയമങ്ങളോ ബില്ലുകളോ വരുന്ന സമയത്ത് ഞാൻ ഏറ്റെടുക്കുമോ? ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്തോട് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിരുന്നു എന്ന് വിചാരിക്കുക, ഡിവിഷൻ ആവശ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ ഡിവിഷൻ ആവശ്യപ്പെട്ട് ഓരോരുത്തർ വോട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ആ ബില്ലിനെതിരെ വോട്ട് ചെയ്തില്ല എന്ന് വരുന്നത് വലിയ കളങ്കമായിരിക്കില്ലേ? ഇത് മുൻകൂട്ടി അറിയിക്കാതെ ഏറ്റവും അവസാന നിമിഷത്തിലാണ് ഇത്തരം ബില്ലുകൾ കൊണ്ടുവന്നത് എന്നുള്ളതാണ് അതിനൊരു ന്യായീകരണമായി പറയുന്നത്. ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാട് എല്ലാവർക്കും അറിയാം. ആകസ്മികമായിട്ട് തൊപ്പിയിൽ നിന്ന് പ്രാവിനെ എടുക്കുന്ന മജീഷ്യനെ പോലെയാണ് പല നിയമനിർമ്മാണങ്ങളും ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഗവൺമെൻറ്റിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിട്ടുള്ളത് ആരാണ്? കോൺഗ്രസ് പാർട്ടിയും അതുപോലെ ആ പാർട്ടിയുടെ സമ്മന്നതനായ നേതാവ് രാഹുൽ ഗാന്ധിയല്ലേ. അതായത് വേണ്ടത്ര കൂടിയാലോചനയും ചർച്ചയില്ലാതെ ആകസ്മികമായിട്ട് പ്രധാനപ്പെട്ട നിയമങ്ങൾ കൊണ്ടുവന്ന് പാസ്സാക്കുന്നു എന്നുള്ള ആക്ഷേപമുള്ളത് ഞങ്ങളെപ്പോലെ തന്നെ അവർക്കല്ലേ. അവർക്കറിയില്ലേ ഇതുപോലെ കുടിലതന്ത്രങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന് വരുമെന്ന് അറിയില്ലേ? PM ശ്രീയിൽ താങ്കൾ പാലമായി പ്രവർത്തിച്ചു എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞതിന് ശേഷമാണ് കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവന ആവർത്തിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച നടത്തിയല്ലോ. ഇപ്പം ഞാൻ ഒന്നാമത്തെ കാര്യം ഒരു സെക്കൻഡ്, സമഗ്ര ശിക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള സംവാദങ്ങൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പർമാർ അല്ലെങ്കിൽ MP-മാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഇന്നലെയാണോ പരാതി വന്നത്? മുൻകാലങ്ങളിലും ഇല്ലേ? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ അപകീർത്തിപ്പെടുന്നതല്ലല്ലോ, കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലല്ലേ കോൺഗ്രസിൻ്റെ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കെതിരെ അല്ലേ നിലകൊണ്ടിരുന്നത്. ഞങ്ങൾ എത്രയോ തവണ അവരോട് പറഞ്ഞു സംയുക്തമായിട്ട് നിവേദനം നൽകാം. ഒരു തവണയോ മറ്റാണ് സംയുക്തമായിട്ടൊരു നിവേദനം സാധ്യമായത്. പലതവണയും അവർ മാറി നിന്നു. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം സൃഷ്ടിക്കുന്നതാണെന്നും അതിനെതിരെ സംയുക്തമായി നിലകൊള്ളണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യഘട്ടങ്ങളിലൊന്നും അവർ സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു പ്രാവശ്യം മാത്രമാണ് അവർ സഹകരിച്ചത്. എന്തുകൊണ്ടാണ്? കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനെതിരെ നിലകൊണ്ടതെന്താണ്? ഞങ്ങൾ പറഞ്ഞിട്ടാണോ? അതായത് എക്സ്ട്രീം പോവർട്ടി നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് അവിടുത്തെ പാവപ്പെട്ട 5 ലക്ഷം പേർക്ക് ഭക്ഷണം ഇല്ലാതാക്കണം, റേഷൻ ഇല്ലാതാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കണമെന്ന രീതിയിൽ ചോദ്യം ചോദിച്ചത് ജോൺ ബ്രിട്ടാസ് പറഞ്ഞിട്ടാണ്. അവർ സ്വന്തം നിലയ്ക്ക് പറഞ്ഞാലേ. ലോക്സഭയിൽ ഒരു ഫുൾ ടൈം പ്രതിപക്ഷ നേതാവ് വേണമെന്നുള്ളൊരു അഭിപ്രായം അംഗീകരിക്കുന്നു. ലോക്സഭയിൽ രാജ്യത്ത് തന്നെ വേണം. എന്താ കാരണം വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞ ഒരു വ്യക്തിക്കെതിരെയല്ല, പക്ഷേങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ പാർലമെൻറ്റിൽ നടക്കുമ്പോൾ
ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകണമെന്നുള്ള കാര്യത്തിൽ ആ പാർട്ടി തന്നെ രണ്ടഭിപ്രായമില്ല. നിങ്ങൾ കോൺഗ്രസ്സുകാരോട് ചോദിച്ചു നോക്ക്. ഉത്തരേന്ത്യയിലെ പല കോൺഗ്രസ്സുകാരും പറഞ്ഞു എവിടെയാണ് മൂപ്പർ പോയിരിക്കുന്നത്. മൂപ്പറെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഇവിടെ ഈ ആൾക്കാർ രാവും പകലും ഇരുന്നിട്ട് ഈ ബില്ലിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ അവിടെ മേഴ്സഡസ് എന്താണ് ഏത് വണ്ടിയാണ് BMW മോട്ടോർ ബൈക്ക് പരിശോധിക്കുന്നു, കാറിൽ കയറി പരിശോധിക്കുന്നു. അദ്ദേഹത്തിന് ഒരാഴ്ച കഴിഞ്ഞാൽ BMW അവിടെ ഇല്ലേ? ആ കമ്പനി പോവുക, അവിടുന്ന് പൂട്ടിപ്പോവുക. ഇന്ത്യയിലുള്ള കമ്പനിയൊന്നുമല്ലോ പെട്ടെന്ന് പൂട്ടിപ്പോകാൻ വേണ്ടി, അവിടുത്തെ കമ്പനിയല്ലേ. ആ കമ്പനി ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് വീണ്ടും ആ കാറിൽ കയറാലോ. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ ആ BMW കാറുകൾ. ഇവിടെ ആൾക്കാർക്ക് ഇവിടെ പാർലമെൻറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ കയറ്റിയിട്ട് പാർലമെൻറ്റ് ചുറ്റും ഒരു റൗണ്ട് അടിച്ചാൽ പോരെ. എന്നാൽ ഇതൊന്നും ഞാൻ പറയണതല്ല, ഇത് കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട MP ഞങ്ങളോട് പങ്കുവെച്ച കാര്യമാണ്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു വിവാദം ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. കേരളത്തിലെ പല MP പോലും കോൺഗ്രസ് MP പോലും രഹസ്യമായി പറയുന്നുണ്ട് മൂപ്പരിവിടെ ഉണ്ടാക്കണമെന്നായിരുന്നു. നിങ്ങൾ പോയി ചോദിക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതൊക്കെ മാറ്റിയിട്ട് ഈ കമ്പ് കണയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ നേരെ ഒന്ന് പോയിട്ട് അവരോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ച് നോക്കി. അവർ പറയും, ഉള്ള കാര്യം പറയും. പക്ഷേ നിങ്ങൾ ഈ ഫോണിലൊന്നും എടുക്കരുത്. നിങ്ങൾ സ്റ്റിങ് ഓപ്പറേഷൻ നടത്താതെ മനസ്സ് തുറന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു 1/2 ഡസൻ MP അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കൂ. എന്ത് പറയും ഈ ഫുൾ ടൈം? അതായത് മൂപ്പർ ഉണ്ടായിരിക്കണമെന്ന്, മൂപ്പർ പാർലമെൻറ്റിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഉണ്ടായിരിക്കണമെന്ന്. വേണ്ടേ? പ്രതിപക്ഷ നേതാവ് വേണ്ടേ? ഞാൻ ഈ ഒരു ആഴ്ചത്തെ സംഭവവാസങ്ങൾ നോക്ക്. അതായത് പ്രതിപക്ഷം പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന 3 ബില്ലുകൾ ദോശ ചുട്ടെടുക്കുന്ന പോലെയല്ല ചുട്ടെടുത്തത്. ഇപ്പം രാഹുൽ ഗാന്ധിയെപ്പോലെ ജനപ്രീതി ഇൻവെർട്ടർ കോമ ഉള്ള ഒരു നേതാവ് ഈ പ്രതിപക്ഷത്തെ നയിക്കുന്ന രീതിയിൽ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണം എന്താണെന്നറിയോ? ഇതൊരു പദവിയാണ് ആൾക്കാർ സ്വാഭാവികമായിട്ട് വാർത്ത ക്ഷണിച്ച് വരുത്തുന്നത്. അല്ലേ? പദവിയല്ലേ? ഇപ്പം ഞാനെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്കൊരു പദവി ഉണ്ടെങ്കിലാണ് ആ പദവിയാണ് വാർത്തയ്ക്ക് വരുന്നത്. അദ്ദേഹം ഈ തെരുവിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ലോകത്തിലെ എത്രയോ രാജ്യങ്ങൾ ഉറ്റുനോക്കി അവിടെ നടപ്പിലാക്കിയൊരു പദ്ധതിയാണ്. അതായത് ഗ്രാമീണ രംഗത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ഒരു രാജ്യം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പ്രതിപാദിച്ചൊരു പദ്ധതിയാണ് അമർത്യ സെൻ ഉൾപ്പെടെയുള്ള.